ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി ST വ്ളോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ്. അടിപൊളി വീഡിയോ അല്ല, അൺബോക്സിങ് വീഡിയോ തന്നെ. കണ്ടില്ലേ, കഴിഞ്ഞ തൊട്ട് അതേ ടീഷർട്ട് അല്ലേ, ഒന്നുമല്ല, അന്നന്ന് എടുക്കുന്ന വീഡിയോ ആണ്. അന്നന്ന് എടുക്കുന്ന ഒരു 3-4 വീഡിയോ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ടീഷർട്ട് പറ്റുമ്പോൾ അൺഫോർട്ടേറ്റിനെ പോലെ ബ്ലാക്ക് ടീഷർട്ട് തന്നെ ആട്ടാ. ബ്ലാക്ക് ഈസ് ബ്ലാക്ക്. ഓക്കെ, അപ്പോൾ എന്താ പറയുക, വീഡിയോയിലൊക്കെ ഒരു ക്ലാരിറ്റി എടുത്ത് കാണിക്കും, ബ്ലാക്കും പിന്നെ റെഡും. ഓക്കെ, വൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ, പക്ഷേ ബ്ലാക്കും റെഡും വലിച്ചെടുക്കും ക്യാമറല്ലോ. ഓക്കെ, അപ്പം നമ്മളിന്ന് ബ്ലാക്കിൽ തന്നെ കയറിക്കുന്നത്. അപ്പം ഇന്നത്തെ അൺബോക്സിങ് വീഡിയോ എന്താണല്ലേ ഞാൻ തുറന്ന് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, അൺബോക്സിങ് വീഡിയോ അല്ല, റീ അൺബോക്സിങ് വീഡിയോ ആണ്. ഓക്കെ, അപ്പോൾ ഒന്ന് നമ്മളെ താരം ഇവനാണ്. നമുക്ക് എന്ത് ചെയ്യാം, അൺബോക്സിങ് വീഡിയോ ആയിട്ട് പോവാം. വാ. അപ്പോൾ ഇത് നമ്മളെ സാധനത്തിൻ്റെ ഒരു ആവശ്യമുള്ളതാണ്. പക്ഷേ എന്താണെന്നിട്ട് വഴിയിട്ടാണ്. ഓക്കെ, എന്താ ഇപ്പം ടണ്ടെന്ന് തോന്നിയിട്ടുണ്ടാവും. ഇതെന്താ അത് ഫാനോ എന്ന്. ടണ്ടാ ഫാൻ പോലെ തോന്നും, പക്ഷെ ഫാനല്ല. ഓക്കെ, അപ്പം മോട്ടോർ സൈക്കിൾ MP3 റിമോട്ട് അലാറം. ഓക്കെ, എന്താണ്, സെക്യൂരിറ്റി തന്നെയാണ്. ബട്ട് നല്ല ചിലവ് കുറഞ്ഞതിൽ ഒരു ഓഡിയോ സിസ്റ്റം, ഒരു സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ മേടിച്ചത്. അപ്പം മെയ്ഡ് ഇൻ ചൈന ഉറപ്പാണ്. ഇമ്മാതിരി സാധനമൊക്കെ മെയ്ഡ് ഇൻ ചൈന മാത്രമേ ഇട്ടുള്ളൂ, ചൈന ഇട്ടുന്ന സാധനമാണ്. അപ്പം ശ്വാസം മുട്ടിയില്ല. പവർ സപ്ലൈ DC 12 വോൾട്ട് 20% 2 ആംപിയറിൻ്റെ സാധനമാണ്. പിന്നെ പവർ 18 ഔട്ട്പുട്ട് 2x7 വോൾട്ട് സ്റ്റീരിയോ ഔട്ട്പുട്ട് കിട്ടും. പീക്ക് പവർ ഔട്ട്പുട്ട് 2x15 വാട്ടാണ്. പിന്നെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ -10°C to 60°C വരെ കൂടാ. പിന്നെ സപ്പോർട്ടിംഗ് ഫോർമാറ്റ് MP3 64 ബിറ്റ് 320 ബിറ്റ് വരെ സപ്പോർട്ടാവും. പിന്നെ ഫ്രീക്വൻസി റെസ്പോൺസ് പറഞ്ഞാൽ 100 Hz ഹെഡ്സിൽ 6K Hz വർക്കാവും. പിന്നെ 315 ഹെഡ്സ് പ്ലസ് ഓർ മൈനസ് എന്ന് തന്നെ പറയാം. കാരണം ഞങ്ങളതിൽ പഠിപ്പിക്കും പ്ലസ് ഓർ മൈനസ് ആണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. 0.5 dB. ഓക്കെ, ബട്ട് ഇതിൽ എന്തൊക്കെ സപ്പോർട്ടബിൾ ആണ്. ഓക്കെ, ഈ ഒരു സിസ്റ്റത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. MP3 കോമ്പാറ്റബിൾ ആണ്, FM ഉണ്ട്, റിമോട്ട് കൺട്രോൾ ഉണ്ട്, ബൈറ്റ് ആൻറ്റി വാണിംഗ് ആണ്. മീൻസ് ഇപ്പോൾ ഒരു കള്ളം വന്നൊന്ന് തൊട്ടാൽ ആദ്യം ഒരു ചെറിയ വാണിംഗ് വരും, രണ്ടാമത് തൊട്ടാൽ നടിയും ഇവിടെ കാണുന്ന പോലെ. ഓക്കെ, പിന്നെ USB സപ്പോർട്ടാണ്, SD കാർഡ് സപ്പോർട്ടാവും, സ്പീക്കർ വരുന്നുണ്ട്, സ്റ്റീരിയോ. ഓക്കെ, പിന്നെ പവർ ഔട്ട്പുട്ട് 15 വാട്ട്സ് വരെ സപ്പോർട്ടാവും. ഓക്കെ, റെഡ് ബ്ലാക്ക് ബ്ലൂ ആൻഡ് ട്രാൻസ്പാരൻറ്റ്. ഓക്കെ, വൈറ്റ് അല്ല, ട്രാൻസ്പാരൻ്റ് ആണ്. അപ്പം സ്പീക്കർ വരെ കാണാൻ അർത്ഥം. പിന്നെ റിമോട്ട് കൺട്രോൾ ഈ ഒരു മോഡലാണ്. ബൈറ്റിലും ബട്ട് സുഖമായിട്ട് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇടാൻ പറ്റും എന്ത് ചെയ്യാം, പൊളിച്ചാണ്. വീഡിയോ ലെങ്ത്ത് കൂട്ടുന്നില്ല. ആദ്യം തന്നെ ഇത് ഇനി തന്നെ കേട്ടോ വരുന്നത്. ബട്ട് കീല് ലോക്ക് ചെയ്യാൻ പറ്റിയൊരു റിമോട്ട് കൺട്രോൾ, അതിലൊരു ലോക്കിംഗ് സിസ്റ്റം, ഓൺ ആൻഡ് ഓഫ് ബട്ടൺ, മോഡ് ഓപ്ഷൻ, പിന്നെ വോളിയം ബട്ടൺ ഡിക്രീസും ഇൻക്രീസും. ആൻഡ് ഇതാണ് നമ്മളെ മദർ ബോർഡ്. ഓക്കെ, മദർ ബോർഡ് ഇതാണ്. മോട്ടോർ ബൈക്ക് MP3 ഓഡിയോ ജാക്കാണ്. പിന്നെ വോൾട്ടേജ് റേറ്റിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ സാധനമാണ്. അതിലേതാ നമുക്ക് ഇതിലും നമുക്ക് മോഡ് കൺട്രോൾ ചെയ്യാം. മോഡ് പവർ മോഡ് ഓൺ ഓഫ്, ടോട്ടൽ വർക്ക് ചെയ്യല്ലോ. ഓക്കെ, സൗണ്ട് ആൻഡ് USB SD കാർഡ്. ഓക്കെ, ഇത് നമ്മളെ കണക്ഷൻ്റെ ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം. അപ്പോൾ ബാക്കിൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞതാ, ഇതാണ് നമ്മുടെ കണക്ടർ. 2 ഏരിയയിലാണിത്. ഇത് നമ്മളെ ബാറ്ററി ലൈറ്റ് ഓപ്ഷനാണ്. ഇത് 2 സ്പീക്കർ കണക്ഷൻസ് ആണ്. ഓക്കെ, ഇത് 2 സ്പീക്കേഴ്സ്. ഇതിന് ലൈറ്റ് കത്തും, നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അതിനുള്ള LED ഇൻഡിക്കേറ്റേഴ്സ്. ആൻഡ് നമ്മുടെ ഈ വണ്ടിയിൽ ഫിറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ 2 സ്പീക്കേഴ്സ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണിത്. 2 ആൻഡ്ലേഴ്സാണ്. നമുക്ക് ഇനി എന്താ ചെയ്യാം, ഇത് വർക്ക് ചെയ്യിച്ചാണ്ടോ അല്ലേ. അപ്പം വർക്ക് ചെയ്യുന്നതിൻ്റെ അടി മുന്നേ നമുക്ക് ആദ്യം ഇതൊന്ന് ജോയിൻ ചെയ്യാം. ഇതിലൊന്നും നമുക്ക് മാനുവലിൻ്റെ ആവശ്യമൊന്നുമില്ല, കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇല്ല അഥവാ മനസ്സിലായി നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചു വെക്കാം, നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതാ നമ്മൾ ആ ബാറ്ററി ലൈറ്റ് ഓപ്ഷനിലേക്ക് ഇത് കണക്ട് ചെയ്ത് കൊടുക്കുക. കണക്ഷൻസ് വളരെ സുഖമാണ് ഗൈസ്. ഇത് പിന്നെ എവിടെ ഇളകാത്ത രീതിയിൽ ഇത് ഫിറ്റ് ചെയ്യണം ഗൈസ്. ഇതാണ് നമ്മളെ സെൻസിങ് ഓപ്ഷൻ. ഇത് ഇളകിയാലാണ് ഇതിൻ്റെ ഓൺ ആൻഡ് ഓഫിൻ്റെ ഓപ്ഷൻ അറിയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാറ്ററി കണക്ഷൻ എടുത്ത് നമ്മൾ അന്നെടുത്ത്, ഓക്കെ, അന്നെന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ എടുക്കുന്ന വീഡിയോയിൽ എടുത്ത നമ്മളെ ഇൻവെർട്ടറിന് വേണ്ടി എടുത്തതിൻ്റെ ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യുക. അടിച്ചു പോകില്ല എന്ന് വിചാരിക്കുന്നു ഗൈസ്. എന്തൊരു വെച്ചിട്ടില്ല ഗൈസ്. നമുക്ക് നോക്കാം ഓൺ ആയോ ഇല്ലയോ അല്ലേ. യാ ഗൈസ്, ലോക്കായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം,
അലാറം 1. ഒരു എന്താ പറയുക, ഒരു സെക്യൂരിറ്റി മീൻസ് തൊടണ്ട പണി പാളും. ഓക്കെ, രണ്ടാമത്തെ തൊട്ട ഒന്നുകൂടി ഓക്കെ, മനസ്സിലായല്ലേ? സെക്കൻഡ് വെച്ചിട്ട് പണി പാളും. ലോട്ടായി. സീനാണ് ഇത്. നമുക്ക് വണ്ടിയിൽ വെച്ചാൽ എന്തായാലും ആള് ആ തൊട്ട ആള് പിന്നെ ആ പരിസരത്ത് ഉണ്ടാവില്ല, ഓടി പാഞ്ഞിട്ടുണ്ടാവും, പുല്ല് പോലും മുളയ്ക്കൂല. ഓക്കെ, അമ്മമാര് പാക്കലായിരിക്കും. അപ്പം ഇനി എന്ത് ചെയ്യാം, റേഡിയോ വെച്ചോട്ടെ അല്ലേ? ഓക്കെ, ഗൈസ് കവർന്നെടുത്തില്ലേ, അത് മതി. കാരണം ഇത്ര സെക്കൻഡുകളിൽ കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ഇട്ടും പിന്നെ നമ്മൾ ഈ വീഡിയോ എടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. ഇനി ഇട്ടാ പണി വാളും, അതിനോട് ഇനി ഞാൻ കേൾപ്പിക്കുന്നില്ല. അപ്പം ഇതിൻ്റെ ലൈറ്റ് സെറ്റപ്പ് കാണുന്നതാ, നോക്കിട്ടോളി. ഉണ്ടോ ലൈറ്റ് എത്തിയ ഉണ്ടോ? ഓക്കെ, ഇത്രയേ ഉള്ളൂ. ക്യാമറയില് ഞാൻ കാണിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം ഇത്രയും അടിപൊളി സെറ്റപ്പാണ് ഗൈസ്. ഇതിലൊന്നും വേറെ ഒന്നും പറയാൻ തന്നെ ഇല്ല. അടിപൊളി. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മളെ ഈ ഒരു ഓഡിയോ സിസ്റ്റം. ഇത് സെക്യൂരിറ്റി അലാറമാണ്. അപ്പം എന്താണെന്ന് ഓൾമോസ്റ്റ് മനസ്സിലായിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ലെവലാണ്. അപ്പം നമുക്ക് ഈ സ്പീക്കേഴ്സിനൊട്ടൊന്ന് എടുത്ത് പുറത്താക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് രണ്ട് നല്ല ചെറിയ സ്പീക്കേഴ്സ് ഇല്ലേ, അത്യാവശ്യം സൗണ്ട് ഔട്ട്പുട്ട് ഉള്ള സാധനമാണ്. ഇത് 100 മീറ്ററിൻ്റെ എടുത്ത് തരാൻ, 100 മീറ്റർ അല്ല 10 മീറ്ററിൻ്റെ പുറത്ത് തരാൻ പറ്റുന്നത്. എന്ത് ചെയ്യുക, ലോട്ടോ അൺലോട്ട് ചെയ്യുക. അതാണ് കമ്പനി പറയുന്നത്. എന്താ അവസ്ഥ മുമ്പ് നോട്ടാം. ഇനി ഇത് യൂസ് ചെയ്തിട്ട് വേണം നോട്ടാൻ എത്ര പേര് ഓൺ അൺലോട്ടും ലോട്ടും ആവുന്നുണ്ടെന്ന് നോക്കാം. അപ്പം അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഐറ്റമാണ്. ഓക്കെ, ഇതിൻ്റെ റേറ്റും 799 ആണ് ഞാൻ മേടിച്ചത്. കാരണം നമ്മളെ ഇന്ത്യൻ ഫെസ്റ്റിവൽ ടൈമിൽ ഞാൻ മെല്ലെ കയറി നോക്കിയപ്പോൾ കിട്ടിയ ടൈമിലാണ് ഫുൾ അങ്ങോട്ട് എന്താ ചെയ്യുക പർച്ചേസ് ചെയ്ത്. അപ്പോൾ 1 പർച്ചേസ് ചെയ്ത് ദിവസം ഓരോരുത്തർ അൺബോക്സിങ് ആമസോണിന് വിളിയോട് വിളിയിനി. ഒന്ന് റിട്ടേൺ പോയിട്ട് പിന്നെ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ വിളിച്ചാൽ കിട്ടിയില്ല. ഇവിടെ ചെറിയൊരു റേഞ്ചിൻ്റെ പ്രശ്നമുണ്ട്. അപ്പം സെറ്റ് സാധനമാണ്. അപ്പം ദിവസം ഇങ്ങനെ വിളിച്ച് എന്താ പറയുക, ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇല്ലേ, വീഡിയോ എടുത്ത് കാണിച്ചിരുന്നില്ല. അപ്പോൾ എന്തായാലും അടുത്ത പ്രൊജക്റ്റ് ആകുമ്പോൾ ആ വീഡിയോ എടുക്കും. അടുത്ത അപ്പം സെറ്റാണ് ഗൈസ്. അപ്പോൾ വേറെ ലെവലാണ്. അതുകൊണ്ട് ഞാൻ വീഡിയോ അറിയല്ലേ. അപ്പോൾ ഈ വീഡിയോ പറയുന്നതിനാട്ടി മുന്നേ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക, പിന്നെ ഷെയർ കമന്റ്. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക.